നമസ്കാരം. 1998 ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിൽ സ്ഥാപിച്ച സ്വർണ്ണ കലശങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ദുരൂഹത ഇന്നും മാറിയിട്ടില്ല. കന്നിമൂല ഗണപതി ക്ഷേത്രം, മാളികപ്പുറം, നാഗരാജ ക്ഷേത്രം എന്നിവിടങ്ങളിലെ കലശങ്ങൾ കാണാതായ സംഭവത്തിൽ അന്വേഷണം ശക്തമാകുമ്പോൾ പിടിയിലായ പ്രതികൾക്കിടയിലെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള അവിശുദ്ധ ബന്ധങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് മേധാവി പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ അടുത്ത ബന്ധം തുടങ്ങിയ എല്ലാറ്റിനും പിന്നിൽ ഒരേയൊരു ലക്ഷ്യം സ്വർണം പിടിച്ചെടുക്കലാണെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. ഇനി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലാണ് എല്ലാവരുടെയും കണ്ണുകൾ. 2009 മുതൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കായുള്ള ഗൂഢാലോചനകൾ ഈ മൂവർ സംഘം ആരംഭിച്ചിരുന്നു. ഈ ഒരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നതും. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിൽ ഏതാണ്ട് 20 വർഷത്തോളമായി നിലനിൽക്കുന്ന ബിസിനസ് ബന്ധങ്ങളാണുള്ളത്. ഇതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അടുത്ത ബന്ധമുണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും നേരിട്ട് പങ്കുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വെളിപ്പെടുത്തിയതായി അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. പ്രതികൾക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികൾ ഈ കേസിൽ അതീവ നിർണായകമാണ്. ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സ്വർണം പൂശൽ ജോലികൾ സ്മാർട്ട് ക്രിയേഷൻസ് ആണ് നിർവഹിച്ചിരുന്നത്. 2009 മേൽക്കൂരകൾ സ്വർണം പൂശാൻ ഈ സ്ഥാപനം എത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പമ്പയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഭാഗമെന്ന് കരുതുന്ന 470 ഗ്രാം സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തത് കേസിലെ വലിയ വഴിത്തിരിവാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തന്നെ തുല്യ ഉത്തരവാദിത്തം പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനുമുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ അടിവരയിടുന്നു. ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിൽ 1998 സ്ഥാപിച്ച സ്വർണ്ണ കലശങ്ങൾ എവിടെ പോയി എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേസിൽ നിർണായകമായിരിക്കുന്നത്. കന്നിമൂല ഗണപതി ക്ഷേത്രം, മാളികപ്പുറം, നാഗരാജ ക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്വർണ്ണ കലശങ്ങളുടെ തിരോധാരത്തിന് പിന്നിൽ ഈ അറസ്റ്റിലായ മൂവർ സംഘത്തിന് പങ്കുണ്ടോ എന്ന് SIT പരിശോധിച്ചു വരികയാണ്. 2009 ഇതേ ക്ഷേത്രങ്ങളുടെ മേൽക്കൂരകൾ സ്വർണ്ണ പൂശിയ ജോലികൾ സ്മാർട്ട് ക്രിയേഷൻസ് ഏറ്റെടുത്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തന്നെ ഒപ്പമുണ്ടായിരുന്നു. ഇതാണ് ഈ സംശയം വർദ്ധിപ്പിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളും ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 20 വർഷമായി ഇവർ തമ്മിലുള്ള ബിസിനസ് ബന്ധം വെറും സൗഹൃദമല്ലെന്നും മറിച്ച് ശബരിമലയിലെ സ്വർണ്ണം ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ഗൂഢാലോചനയായിരുന്നുവെന്നുമാണ് പോലീസ് കരുതുന്നത്. ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്ത 470 ഗ്രാം സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തിയതാണെന്നാണ് ഏകദേശം സ്ഥിരീകരിച്ചത്. സ്വർണം മോഷ്ടിച്ചതിലെ കുറ്റബോധം കാരണം 10 ലക്ഷം രൂപ അന്നദാനത്തിന് നൽകിയെന്ന ഗോവർദ്ധന്റെ മൊഴി പോലീസിനെ കുഴപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് അന്വേഷണം വഴിതിരിച്ചുവിടുവാനുള്ള തന്ത്രമാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വ്യവസായിയെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുന്നതോടെ കൊള്ളയ്ക്ക് പിന്നിലെ കൂടുതൽ ഉന്നത ബന്ധങ്ങൾ പുറത്തുവരും. കേസ് അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് നടക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിമർശനത്തിന് പിന്നാലെയാണ് SIT നടപടികൾ വേഗത്തിലാക്കിയത്. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ പ്രതി ചേർക്കാത്തതിനെ കോടതി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്തത്. ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും രാഷ്ട്രീയ പ്രമുഖരിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ ലോബി തന്നെ പ്രവർത്തിച്ചതായാണ് സൂചന. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ നിർണായകമായ അറസ്റ്റുകളും ഉണ്ടായേക്കും. അന്വേഷണത്തിൽ വിവേചനം പാടില്ലെന്നും വലിയ സ്രാവുകളെ പിടികൂടണമെന്നുമാണ് കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്.